മച്ചാന്മാരെ ഞാനിന്ന് വളരെ സന്തോഷമാണ്. ഇന്നൊരു കിടുക്കാച്ച് സിനിമ കാണാൻ പറ്റി. പ്രണവ് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ദി സിറേ. എന്നാ കിടുക്കാച്ച് സിനിമയാണെന്നറിയോ? രാഹുൽ സദാശിവത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ കിടുക്കാച്ച് സിനിമ എന്ന് വെച്ചാൽ കിടുക്കാച്ചി സിനിമ. ഒരു പക്ക പ്രേതപടങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെയാണ് സിനിമ. പ്രണവ് മോഹൻലാലിൻ്റെ അന്യായ പെർഫോമൻസ് എന്ന് വെച്ചാൽ അന്യായ പെർഫോമൻസ്. ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രി വളരെയധികം മാറിക്കൊണ്ടിരിക്കുക. കിടുക്കാച്ചി സിനിമകളാണ് വരുന്നത്. ബ്രഹ്മയുഗം, ലോക, ഇപ്പോൾ ദി സിറേ, അതിന് അടിപൊളി സിനിമകൾ വരുവാണ്. പ്രണവ് മോഹൻലാലിൻ്റെ അപാര പെർഫോമൻസ് എന്ന് വെച്ചാൽ അപാര പെർഫോമൻസാണ്. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും അടിപൊളി സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ഈ സിനിമ. 2 മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. നമ്മളവിടെ പിടിച്ചിരുത്തുകയാണ്. അതുപോലെ തന്നെ സിനിമയുടെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്ന ഓരോരോ സീക്വൻസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. നല്ലൊരു മൾട്ടിപ്ലെക്സ് തിയേറ്ററിൽ ഇരുന്ന് തന്നെ ഈ സിനിമ കാണാം. അപാര പെർഫോമൻസ് ഈ സിനിമയിൽ പ്രണവിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അടിപൊളി സിനിമ എന്ന് വെച്ചാൽ അടിപൊളി സിനിമ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ അടിപൊളിയാണ്. ആ സംവിധായകൻ്റെ റേഞ്ച് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് പുള്ളിയുടെ സിനിമയായ ബ്രഹ്മയുഗവും ഭൂതകാലവും ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ സംവിധായകൻ്റെ റേഞ്ച്. അപ്പോൾ ആ പുള്ളി ചെയ്യുന്നൊരു സിനിമ ഒരിക്കലും കുറവ് വരത്തില്ല. അതേ രീതിയിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പെർഫെക്റ്റ് സിനിമ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് സിനിമ. നല്ലൊരു സംവിധായകൻ്റെ ഈ കിട്ടുവാണെങ്കിൽ പ്രണവിൻ്റെ റേഞ്ചൊക്കെ വേറെ ലെവലാകും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ സിനിമ തന്നെ. ഇതിൻ്റെ അകത്ത് ക്യാമറ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇതൊരു മലയാളം പടമാണെന്ന് പറയത്തില്ല. ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണ് പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന സിനിമകളെല്ലാം അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോക തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതൊരു മലയാളം സിനിമയായിട്ട് നമുക്ക് തോന്നത്തില്ല. ആ ലെവലാണ് അതിൻ്റെ വർക്കിംഗ് എല്ലാം വന്നേക്കുന്നത്. അതിനകത്തൊന്നും നമുക്കൊരു മിസ്റ്റേക്കുകളൊന്നും അങ്ങനെ പറയാനേ ഇല്ല. അത്രയും പെർഫെക്റ്റ് രീതിയിലാണ് പടം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പടം തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. അടിപൊളി. ഇന്നലെ വൈകുന്നേരമാണ് പടം റിലീസായത്. ഞാൻ ഇന്നാണ് പോയി കാണാൻ പറ്റിയത്. ഇന്ന് എനിക്ക് 2:30 ഷോയാണ് കാണാൻ പറ്റിയത്. ഇന്നലെ റിലീസിന് അന്ന് തന്നെ കാണേണ്ടതായിരുന്നു പടം. അല്ല, നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് സീൻസ് എന്ന് വെച്ചാൽ ഒരുപാട് സീൻസ് ഉണ്ട്. പൊളിപ്പടം വെച്ചാൽ പൊളിപ്പടം. കിടുക്കാച്ചി സിനിമ. ഇത്ര അടിപൊളി സിനിമ ഈ അടുത്ത കാലത്തൊന്നും മലയാള സിനിമ ഇൻഡസ്ട്രി റിലീസായിട്ടില്ല. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം പടത്തിൻ്റെ ലെവല് ഒരാഴ്ചയ്ക്കുള്ളിൽ പടത്തിൻ്റെ ലെവൽ കണ്ടോ? പടം നല്ല റീച്ച് കയറി ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ പടം റീച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അടിപൊളി പടം എന്ന് വെച്ചാൽ ഭയങ്കര പെർഫോമൻസാണ് പ്രണവ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ തന്നെ കാണുന്ന സിനിമ. ഈ OTTയിലൊന്നും കണ്ടിട്ടൊന്നും കാര്യമില്ല. അത്രയും പെർഫെക്റ്റ് ഒരു പടമാണ് ഈ പടം. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.